ഗേസ്, ഇന്ന് തേങ്ങ അരയ്ക്കാത്ത നാടൻ മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇടാം. വെച്ചേക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അരച്ച് അരയ്ക്കുക. ഒരുപാട് ചേർക്കില്ല, ചെറുതായിട്ടൊന്ന് കണ്ടിരിക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കാം. ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഓക്കെ, അപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഓക്കെ ശകലം ചേർത്താൽ മതി. കുറച്ച് മുളക് പൊടി, ഓക്കെ ശകലം ചേർത്താൽ മതി. ഒരു കാര്യം ചേർക്കാൻ പറഞ്ഞത് പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കായിരുന്നു, അതുകൂടി ചേർക്കാം. നേരത്തെ ചേർക്കാൻ പറഞ്ഞത് ഇട്ടുപോയി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ. പൊടിയിലേക്ക് പച്ചച്ചുറ മാറുന്നത് ചെറുതായിട്ടൊരു 10-20 സെക്കൻഡ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഞാൻ നേരത്തെ തൈര് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് തിളക്കേണ്ട കാര്യമില്ല. തിളച്ചാൽ തൈര് പിരിഞ്ഞ് പോകുമ്പോൾ നമുക്ക് അതിനുവേണ്ടി ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തില്ല. അപ്പോൾ പുളിക്ക് ആവശ്യത്തിനായ ഉപ്പ് ചേർക്കാം. ഓക്കെ, നന്നായിട്ട് ഇളക്കുക. ചൂടായി മാത്രം മതി, തിള വരണ്ട. അതിന് മുന്നേ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നാടൻ മോര് കറി റെഡിയായി. ഓക്കെ ഗൈസ്, ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.